ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 24-ാമത്തെ ശ്ലോകം. ബ്രഹ്മൈവാഹം സമശാന്തഃ സച്ചിദാനന്ദലക്ഷണഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. ഈ ശ്ലോകത്തിലാണ് നമ്മൾ കുറച്ച് നോക്കിയത്. അവസാനം പറഞ്ഞ ഭാഗം വിദ്യാരണ്യർ എന്ന ഗുരു 3 തരത്തിൽ പറഞ്ഞു. ഒന്ന്, അജ്ഞായി, അതായത് ശരീരത്തെ ഞാൻ, അത് മാത്രമേ ഉള്ളൂ, ഞാൻ ഈ ശരീരം എന്ന് മാത്രം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. പിന്നെ ജ്ഞാനികൾ 2 തരത്തിൽ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അവനവനെ സ്വയം നോക്കുമ്പോൾ ഉപയോഗിക്കുന്ന അർത്ഥത്തില് ആത്മസ്വരൂപം, ബ്രഹ്മസ്വരൂപം, ഞാൻ എന്ന് സ്വയം അകത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കുകയല്ല, അവനവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തന്നെ വ്യവഹാരത്തിന് ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ താങ്കൾ ആരാണ് എന്ന് പറഞ്ഞാൽ വ്യവഹാര രൂപേണ അതിന് ശരീരത്തെ ഞാൻ എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നു. ഇതാണ് നമ്മൾ നോക്കിയ കാര്യം. ഇനി ഇതിന്റെ ഓരോ വേർഡിങ്സ് ആയിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നേ? ബ്രഹ്മൈവാഹം സമശാന്തഃ സച്ചിദാനന്ദ ലക്ഷണഃ. അഹം എന്നാണ് ജ്ഞാനിയുടെ ആ അഹം. എന്താണ് അപ്പൊ ജ്ഞാനിയുടെ മനസ്സിൽ അർത്ഥം വരുന്നേ? അദ്ദേഹം പറയുന്നു ബ്രഹ്മ ഏവ അഹം, അഹം ബ്രഹ്മ ഏവ. ഇതാണ് ജ്ഞാനിയുടെ മനസ്സിൽ. അഹം ബ്രഹ്മ ഏവ, ഞാൻ പൂർണ്ണനാണ്. അപ്പൊ ജ്ഞാനി ഇങ്ങനെ പറയുന്നതിന് എന്താ കാര്യം? എന്താണ് ഒരു ആധാരം ജ്ഞാനി എങ്ങനെ പറയുന്നതിന്? സമഹ. ഇവിടെ ഞാൻ എന്ന പദത്തിന് ഈ ശരീരത്തെ നീക്കി വിചാരം ചെയ്ത് എന്ത് ലക്ഷണം ആത്മാവിന് കിട്ടിയോ അതേ ലക്ഷണം തന്നെ ബ്രഹ്മത്തിനും കാണുന്നു. സമഹ എന്നുള്ളതിന് അവിടെയാണ് പറയുന്നത്. ആ ഒരു വാക്ക് ബ്രഹ്മൈവാഹം സമശാന്ത എന്ന് പറയുമ്പോൾ, അപ്പോ ആ സമഹ എന്തിനോടാണ് സമം പറയുന്നേ? ഞാൻ എന്ന പദത്തിന് ഈ ശരീരത്തെ നീക്കിയിട്ട് വിചാരം ചെയ്ത് എന്ത് ലക്ഷണമാണോ ആത്മാവിന് നമ്മൾ കൊടുക്കുന്നത് അതേ ലക്ഷണമാണ് ബ്രഹ്മത്തിനും കൊടുക്കുന്നത്. അപ്പൊ രണ്ടും സമഹ, അതാണ് ഐക്യം. അതേ ലക്ഷണം തന്നെ ബ്രഹ്മത്തിനും കാണുന്നു. എൻ്റെ ആത്മാവിന് ഈ ഉടലിനെ പ്രകാശപ്പെടുത്തുന്ന ആ ആത്മാവിന് എന്ത് ലക്ഷണമുണ്ടോ, എൻ്റെ ഈ ശരീരത്തെ പ്രകാശപ്പെടുത്തുന്ന ആ ആത്മാവിന് എന്ത് ലക്ഷണമുണ്ടോ അതേ ലക്ഷണം ബ്രഹ്മത്തിന് ഉള്ളതിനാൽ ഞാനും ബ്രഹ്മവും ഒന്നു തന്നെ. അയമാത്മാ ബ്രഹ്മ എന്നുള്ളത് എൻ്റെ ശരീരത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടല്ലോ ഈ ആത്മാ, അതുപോലെ ബ്രഹ്മം ഈ സർവലോകത്തിനെയും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ആത്മാവിന് എന്ത് ലക്ഷണമാണോ ഇവിടെ പറയുന്നത് അതെല്ലാം ബ്രഹ്മത്തിനുമുള്ള ലക്ഷണം തന്നെയാണ്. സമഹ എന്നാൽ ഞാൻ ബ്രഹ്മം എന്നതിന് കാരണം അത് തന്നെയാണ്. ആത്മാവിന്റെ ലക്ഷണം എന്താണോ അത് തന്നെയാണ് ബ്രഹ്മലക്ഷണവും. അതുകൊണ്ട് സമഹ.
വേറൊരു അർത്ഥം പറഞ്ഞാൽ, ഞാൻ എല്ലാത്തിനെയും സമമായി വ്യാപിക്കുന്നതിനാൽ എല്ലാത്തിലും വ്യാപിക്കുന്നുണ്ട്, ഒന്നിലും ഒരു ഭേദവുമില്ല. എങ്ങനെയാണോ സ്വർണം എല്ലാ ആഭരണത്തിലും സ്വർണമായി തന്നെ ഇരിക്കുന്നത്, എങ്ങനെയാണോ കളിമൺ എല്ലാ പാത്രങ്ങളിലും കളിമണ്ണായി ഇരിക്കുന്നത്, അതുപോലെ ഒരു ഭേദവുമില്ലാതെ അഭേദഃ അയം, ഞാൻ ഈ സർവ ജഗത്തിലും എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു, ഒരേപോലെ ഒരുപോലെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. അഭേദഃ അയം, എനിക്ക് ഭേദമില്ല, എല്ലാ ജീവജാലങ്ങളിലും സത്തായിരിക്കുന്നു, എല്ലാത്തിലും സത്തായിട്ടിരിക്കുന്നു ആത്മാ. അതിനാൽ ആ ആത്മാ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മ ആത്മാ ലക്ഷണം ഒന്ന് തന്നെയാണ്, സമഹ. അപ്പൊ എല്ലാത്തിലും ഇരിക്കുന്നത് കൊണ്ട് സമഹ, അങ്ങനെ ഒരു രീതിയിൽ അതിനെ പറയാം. പിന്നെ ഒന്ന് സമഹ എന്നുള്ളതിന് ബ്രഹ്മവും ആത്മാവും ഒന്ന് തന്നെ എന്നുള്ളതിന് സമം പറഞ്ഞു. പിന്നെ പറഞ്ഞു എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്, എല്ലാ സ്ഥലത്തും സത്തായിരിക്കുന്നത് കൊണ്ട് സമഹ. ഇപ്പോ മനസ്സ് എന്ന ഭാവത്തിൽ നോക്കിയാൽ എല്ലാം ഭേദമായി കാണും. നമുക്ക് എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും മനസ്സിന്റെ ലെവലിൽ നോക്കിയാൽ. ആത്മാ എന്നുള്ള നിലയ്ക്കല്ല, ചുമ്മാ നമ്മുടെ മനസ്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഭേദമായിട്ടില്ലേ കാണുന്നേ, എല്ലാം വ്യത്യാസമായിട്ടാണ് കാണുന്നത്. നമ്മുടെ മനസ്സ് പോലും എല്ലായ്പ്പോഴും ഒരുപോലെയാണോ? അല്ല, മനസ്സിൽ പോലും ഭേദമുണ്ട്. പല സമയത്ത് പല രീതിയിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. ഒരേ കാര്യത്തെ തന്നെ പല സമയത്ത് പല രീതിയിൽ മനസ്സ് കാണുന്നുണ്ട്, പല സമയത്ത് പല രീതിയിൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ സമത്വമുണ്ടെന്ന് പറയാൻ പറ്റുമോ മനസ്സിന്? ഇല്ല, ഒരിക്കലും ഇല്ല. പല സമയത്തും പല രീതിയിൽ പ്രവർത്തിക്കുന്നു, ഒരേ കാര്യത്തിനെ പല സമയങ്ങളിൽ പല രീതിയിൽ കാണുന്നു. എന്നാൽ ഞാൻ എല്ലാവരുടെയും ആത്മസ്വരൂപമായി സമമായി സത്സ്വരൂപമായി നിലനിൽക്കുന്നു എന്നിവിടെ ആചാര്യസ്വാമി പറയുന്നു. ഞാൻ എന്നിവിടെ പറയുമ്പോൾ ആത്മസ്വരൂപം, ഞാൻ ശരീരത്തെ നീക്കിയിട്ട് ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന ആ ആത്മസ്വരൂപമായ ഞാൻ എല്ലാവരുടെയും ആത്മസ്വരൂപമായി സമമായി സദ്രൂപമായി നിലനിൽക്കുന്നു. ഇതിന് വിശദമായിട്ട് പറയും എങ്ങനെയാണ് എല്ലാവരിലും എന്നുള്ളത്. പിന്നീട് വളരെ ഗഹനമായിട്ട് പിന്നീട് വിശദമായിട്ടും പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും ആത്മസ്വരൂപമായി സമമായി സത്സ്വരൂപമായി നിലനിൽക്കുന്നു. യസ്മാത് അഹം സമഹ തസ്മാത് അഹം ബ്രഹ്മ. യസ്മാത് അഹം സമഹ, എങ്ങനെയാണോ എല്ലാത്തിലും ഭേദമില്ലാതെ വ്യാപിച്ചിരിക്കുന്നത്, അതിനാൽ തസ്മാത്, അതുകൊണ്ട് അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാണ്. ആത്മാവ് ആയ ഞാൻ എങ്ങനെയാണോ വ്യാപിച്ചിരിക്കുന്നത് സമമായി, അതുകൊണ്ട് എല്ലാത്തിലും സമമായി വ്യാപിച്ചിരിക്കുന്നു. അതിനാൽ അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മം തന്നെയാണ്. അടുത്തത് ശാന്ത എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അഹം ശാന്ത, ഞാൻ ശാന്തസ്വരൂപനാണ്, ഞാൻ ശാന്തസ്വരൂപമായവനാണ്. ഇത് ഒരു വിശേഷണം പോലെയാണ്, ഒരു റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. മൈൻഡ് കുറച്ച് സമാധാനമായിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. മൈൻഡ് കുറച്ച് സമാധാനമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഞാൻ ശാന്തസ്വരൂപനാണ് എന്ന്. സമാധാനമില്ലായിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ? ഇല്ല. മൈൻഡ് അജിറ്റേറ്റഡ് ആവുമ്പോൾ പറയാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ മനസ്സ് സുഖം ശാന്തമായിരിക്കുമ്പോൾ നമുക്ക് പറയാം ഞാൻ ശാന്തനാണ് എന്ന്. ലോകത്തില് എത്രയോ വിക്ഷേപങ്ങള്, അതുപോലെ എൻ്റെ മനസ്സിലും എത്രയോ വിക്ഷേപങ്ങൾ. ലോകത്തില് എത്രയോ വിക്ഷേപങ്ങൾ, അതുപോലെ എൻ്റെ മനസ്സിലും എത്രയോ വിക്ഷേപങ്ങളുണ്ട്. അപ്പോ എൻ്റെ മനസ്സിലെ വിക്ഷേപങ്ങളെ എല്ലാം ഞാനൊരു വിനോദം പോലെ കാണുവാനും സാധിക്കണം. എൻ്റെ മനസ്സിലെ വിക്ഷേപങ്ങളെ എല്ലാം ലോകത്തിലെ വിക്ഷേപങ്ങളെ ഒരു വിനോദം കാണുന്ന പോലെ എൻ്റെ മനസ്സിലെ വിക്ഷോഭങ്ങളെയും എന്ത് വേണം? വിക്ഷോഭമല്ല, വിക്ഷേപം. മനസ്സിന്റെ ആ പലതരത്തിലുള്ള ചിന്തകൾ, വിക്ഷേപങ്ങൾ,
ആ വിക്ഷേപങ്ങളെ എല്ലാം ഒരു വിനോദം കാണുന്ന പോലെ കാണണം. മനസ്സിലെ വിക്ഷേപങ്ങളെ എല്ലാം ലോകത്തിന്റെ വിക്ഷേപങ്ങളെ പോലെ തന്നെ വിനോദം പോലെ കാണണം. അങ്ങനെ കാണുമ്പോൾ അഹം ശാന്ത. അപ്പൊ ശാന്ത എന്നുള്ളതിന് ഇവിടെ വിക്ഷേപരഹിത, ഒരു വിക്ഷേപവും ഇല്ലാതെ മനസ്സ് ശാന്തമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് ചിന്തകൾ വന്നും പോയും ഇരിക്കാതെ ലൗകിക ചിന്തകളെല്ലാം ഒഴിഞ്ഞ് പ്രത്യേകിച്ചൊരു ചിന്തയും ഇല്ലാതെ ശാന്തമായിട്ടിരിക്കുക. അപ്പൊ വിക്ഷേപരഹിത. വിക്ഷേപം എപ്പോഴും എങ്ങനെയാ വരുന്നത്? ലൗകിക ചിന്തകളിലാണ് വിക്ഷേപം വരുന്നത്. ഇന്ദ്രിയങ്ങൾ മുഖാന്തരമുള്ള വിക്ഷേപങ്ങൾ. ഇന്ദ്രിയങ്ങൾ മുഖാന്തരം ഒരുപാട് ചിന്തകൾ, കണ്ണുകൊണ്ട് കാണുമ്പോൾ, ചെവി കൊണ്ട് കേൾക്കുമ്പോൾ, രുചിക്കുമ്പോൾ, സ്പർശിക്കുമ്പോൾ, ഇങ്ങനെയെല്ലാം ബുദ്ധി കൊണ്ട് ഇങ്ങനെ വിക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ വിക്ഷേപങ്ങളൊന്നുമില്ലാതെ വിക്ഷേപരഹിത, എനിക്ക് ഒരു വിധത്തിലുള്ള ചഞ്ചലപ്പം ഇല്ല എന്ന് പറയാം. ചഞ്ചലമായിരിക്കുക, മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കുക, അതില്ലാതിരിക്കുക, ചഞ്ചലത ഇല്ലാതെ ഇരിക്കുക. അപ്പോ ഞാൻ ശാന്തൻ എന്ന് തുടരെ ധ്യാനം ചെയ്താൽ പോലും നമുക്ക് ആ ശാന്തത ലഭിക്കും എന്നാണ് പറയുന്നത്. എപ്പോഴും അങ്ങനെ ധ്യാനം ചെയ്യുക. എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല, ഞാൻ മനസ്സിനെ നിർമ്മലമാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ശാന്തത ആഗ്രഹിക്കുന്നു, എൻ്റെ മനസ്സ് ശാന്തമായിരിക്കട്ടെ, ഒരു ചിന്തകളും ഇവിടെ അനാവശ്യമായി കയറി വരാതിരിക്കട്ടെ, പുറപ്പെടാതിരിക്കട്ടെ. അങ്ങനെ ചിന്തിച്ച് ഇരുന്നാൽ ശാന്തത കൈവരും എന്നാ പറയുന്നത്. യദ്ഭാവം തദ്ഭവതി എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക. ഞാൻ ശാന്തനാണ് സങ്കല്പിക്കുക. എന്തെങ്കിലും ചിന്ത കയറി വരുമ്പോൾ ഉടനെ അതിനെ ശ്രദ്ധിക്കാതിരിക്കുക, അതിനെ ശ്രദ്ധിക്കേണ്ട. അപ്പൊ ആ ചിന്ത തനിയെ മാഞ്ഞു പോകും. ഏത് ചിന്തയും ശ്രദ്ധിക്കുമ്പോഴേ അതിന്റെ രൂപം പുറത്തെടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് രൂപം എടുക്കില്ല, അത് പോവും പുറത്തേക്ക്, അത് അപ്രത്യക്ഷമാവും. നമുക്കറിയാലോ, മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത എത്രയോ ചിന്തകളുണ്ട്, കടന്നു വരും, പോവും, നമ്മളതിനെ കാര്യമായിട്ട് എടുക്കില്ല. ചില ചിന്തകളെ കാര്യമായിട്ട് എടുക്കുക, അതിൽ ഉറക്കുകയും. അപ്പൊ അങ്ങനെ ശാന്തമായിരിക്കണം എന്ന് ചിന്തിക്കുക. അപ്പോ ആ ശാന്തനായിരിക്കുമ്പോ ആരെങ്കിലും പറയാറുണ്ടോ പുറത്ത്, ഞാനിപ്പോ ശാന്തനായിട്ടിരിക്കുകയാണ് കേട്ടോ? അങ്ങനെ ആരും പറയാറില്ല. ആ ശാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കും. പുറത്ത് കാണുന്നവർക്ക് അതറിയത്തില്ല. കാരണം പുറത്തുള്ളവർക്ക് നമ്മൾ ശാന്തനാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം ശാന്തത മനസ്സിലാണ്. അംഗങ്ങളുടെ ആംഗ്യം കൊണ്ടോ പുറത്തുള്ള ചേഷ്ടകൾ കൊണ്ടോ ഒന്നുമല്ല ശാന്തത പ്രകടിപ്പിക്കാൻ പറ്റുക. പുറത്തുള്ള ചേഷ്ടകൾ കൊണ്ട് ശാന്തത പ്രകടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ശാന്തമായിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ് ശാന്തത. നമ്മൾ ശാന്തമായിട്ടിരിക്കും, പ്രതികരിക്കാതിരിക്കും. അതിൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എത്ര പ്രകോപിപ്പിച്ചിട്ടും പ്രതികരിക്കാതിരിക്കുമ്പോൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇങ്ങേരെന്ത് ശാന്തനായിട്ടാണ് ഇരിക്കുന്നത് എന്ന്. 4 പേര് കൂടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ബഹളം ഉണ്ടായപ്പോൾ അതിൽ നമ്മൾ തലയിടാതെ നിൽക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ശാന്തത ഉണ്ടെന്ന്. അത് ബഹളം മാത്രമല്ല, ഏത് കാര്യത്തിൽ ഒരു 10-12 പേര് കൂടുന്ന സമയത്ത് പല പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അതില് ഒന്നും ഇടപെടാതെ, അതേസമയം ദേഷ്യമായിട്ടോ അതിനകത്തോട് വെറുപ്പായിട്ടോ ഇരിക്കലല്ല. അപ്പൊ വെറുപ്പായിട്ടിരുന്നാൽ മനസ്സിൽ വെറുപ്പാണ്, ശാന്തതയല്ല. ശാന്തമായിട്ടിരിക്കുക, അതിൽ ഇടപെടുന്നില്ല, ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല, എൻ്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് ഇതെന്നെ കൊണ്ടുപോകില്ല, ഇത് എനിക്ക് വേണ്ടതല്ല എന്ന് മാത്രം. ഇത് എനിക്ക് വേണ്ടതല്ല, ഞാൻ വേറെ ഒരു കാര്യത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മനസ്സ് വേറെ വഴിക്കാണ്, ഞാൻ ഇതൊന്നും നോക്കുന്നില്ല, ഞാൻ ആത്മചിന്തനത്തിലാണ്, എന്നെ തന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പതുക്കെ ഓരോ പാഠമായിട്ട് അതിലേക്ക് കൊണ്ടുവരണം. അപ്പോ എത്ര പേരുടെ ഇടയിലിരുന്നാലും എത്ര ബഹളത്തിനകത്തിരുന്നാലും ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും, സുഖമായിട്ടിരിക്കാൻ, ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും. മറ്റു പല രീതിയിലും നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, എത്രയോ ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ വലിയ ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റിൽ നമ്മുടെ കയ്യിലുള്ള ഭക്ഷണവും കഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും. 2 ദിവസമില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ വന്നു പോകും. പക്ഷേ അപ്പോഴും എവിടെയോ ഒരു ശാന്തത നമ്മൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ബഹളം ഉണ്ടാക്കുകയോ ചേഷ്ടകൾ കാണിക്കുകയോ ചെയ്യാറില്ലല്ലോ. നമ്മളൊരു ശാന്തത സ്വയം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ശാന്തനായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ മാത്രമല്ല, കുറെ പേര്, ചിലർ അല്ലാത്തവരെയും കാണാം. നമുക്ക് ഒരു ശാന്തത ഇല്ലാതെ നടക്കുന്നത് കാണാം. ഫോൺ ചെയ്തുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് അവര് വരുന്ന ഫോൺ കോളിൽ മുഴുകിക്കൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് അടുത്ത ആളുണ്ടോ, തീവണ്ടി ട്രെയിനാണ്, യാത്രയാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്.
പക്ഷെ നമുക്ക് വേണമെങ്കിൽ ശാന്തമായിട്ടിരിക്കാൻ സാധിക്കും. ആ ബഹളത്തിനിടയ്ക്കും ശാന്തമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ നമ്മളിപ്പോ പഠിക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ കണ്ടിട്ടില്ലെന്ന് മാത്രം. ഇനി നമുക്ക് അങ്ങനെ കാണാം. ഞാനിപ്പോൾ ശാന്തനാണോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ശാന്തതയിലേക്ക് നമുക്ക് വരാം, ആ ശാന്തത കൊണ്ടുവരാം. അങ്ങനെ ശാന്തത കൊണ്ടുവരുമ്പോൾ ഞാൻ ആത്മാവിന്റെ വേറൊരു ലക്ഷണമാണല്ലോ ശാന്തത. അപ്പൊ ഞാൻ ആ ആത്മലക്ഷണത്തിൽ കൂടി മുന്നോട്ട് പോകണമല്ലോ, ഞാൻ ശാന്തമായിട്ടിരിക്കണമല്ലോ. അപ്പോഴല്ലേ എനിക്ക് ആത്മാനുഭൂതി ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ ആത്മാനുഭൂതിയിലേക്ക് നമ്മളെ ഈ ശാന്തത നമ്മളെ എത്തിക്കും. കാരണം ശാന്ത എന്നുള്ളത് ആത്മലക്ഷണമാണ്. ഇപ്പോ ചിലര് ഞാൻ അധികം സംസാരിക്കാറേ ഇല്ല എന്ന് പറയും. ആ പറയൽ തന്നെ ഒരു അരമണിക്കൂർ നമ്മളോട് പ്രസംഗിക്കും, ഞാൻ അധികം സംസാരിക്കാറില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനിപ്പോ പഴയ പോലെ ഒന്നുമല്ല, കുറെ വായനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, കുറെ അങ്ങനെയൊക്കെ വന്നു, ഇപ്പൊ ഞാൻ സംസാരിക്കാറേ ഇല്ല എന്ന് പറഞ്ഞ് ആ സംസാരിക്കാറേ ഇല്ല എന്നുള്ള കാര്യം തന്നെ അരമണിക്കൂർ കഥയായിട്ട് നമ്മളോട് പറയാറുണ്ട്. അപ്പൊ നമുക്ക് തോന്നും, ഇതാണോ സംസാരിക്കാതിരിക്കുന്നത്, നന്നായി. അപ്പൊ ഇനി സംസാരിക്കുന്ന പ്രകൃതമാണെങ്കിൽ എന്തായി പോയേനെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനേ പറ്റത്തില്ലായിരിക്കുമല്ലോ എന്ന് നമ്മൾ ഉള്ളിൽ പറയും. അപ്പൊ അങ്ങനത്തെ രീതിയല്ല ഇവിടെ ഉദ്ദേശിച്ച്. ഇവിടെ ശരിയായിട്ടുള്ള ഒരു ശാന്തതയാണ് ഇവിടെ പറയുന്നത്. സമാധാനമായിരിക്കൽ. അത് രണ്ടും ചെയ്യാമാവും. പ്രവൃത്തിയൊന്നും ചെയ്യാതെ കണ്ടുമിരിക്കാം, പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ശാന്തമാക്കി വെക്കാം. ഇതൊക്കെ നമ്മുടെ അഭ്യാസത്തില്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതിനെ ഈ രീതിയിൽ നമ്മൾ എടുത്തിട്ടില്ലെന്ന് മാത്രം. ചില ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശാന്തതയോടെ ആ ജോലികൾ ചെയ്യാറുണ്ട്. ജോലിയിൽ ശ്രദ്ധയുണ്ടാവും, എല്ലാം ചെയ്യും, ശാന്തമായി ചെയ്യും. കാരണം ആ ജോലി ശാന്തമായിട്ട് ചെയ്യേണ്ടതായിരിക്കണം. മനസ്സിൽ വലിയ വലിയ വിക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വലിയ വിക്ഷേപങ്ങളൊക്കെ തനിയെ നമ്മൾ അവിടെ മാറ്റി നിർത്തി ആ ജോലിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശാന്തമായിട്ടിരിക്കും, ബഹളമൊന്നും വെക്കില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ആത്മാവിന്റെ ലക്ഷണം കൂടി ഇതിൽ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട് നമുക്കറിയില്ല. അപ്പോൾ ആത്മലക്ഷണമാണ് ശാന്ത എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് എളുപ്പത്തിൽ ആത്മാനുഭൂതിയിലേക്ക് എത്താനായിട്ട് നമുക്ക് ഇത് നമ്മളെ പ്രയോജനം ചെയ്യും. ശാന്തമായിട്ട് ഇരിക്കാൻ പഠിക്കണം. അപ്പോ സമാധാനമായി ഇരിക്കാൻ ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ, അവിടെ ഒരു കർമ്മം വന്നു കഴിഞ്ഞു. സമാധാനമായി ഇരിക്കാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഉപേക്ഷിക്കുമ്പോൾ ആണ് യഥാർത്ഥ സമാധാനം വരിക എന്നൊരു കാര്യം കൂടെ പറയുന്നു. സമാധാനമായി ഇരിക്കാൻ ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജില് നമ്മൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചേ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് ഇരുന്ന് ധ്യാനത്തിനിരുന്ന് സമാധാനമായിട്ടിരിക്കാൻ പഠിക്കുക. അപ്പോ ശരിക്കും പറഞ്ഞാൽ അത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലല്ല നിൽക്കുന്നത്, നമ്മൾ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ പഠിക്കുന്ന നമുക്ക് എന്താണ് മനസ്സിലാകണ്ടേ? സമാധാനമായിട്ടിരിക്കാനായിട്ടൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളൊരു കർമ്മം കൂടെ ചെയ്യുകയാണ്. അങ്ങനെ ആ കർമ്മം പോലും അതിനെ ബാധിക്കാതെ കണ്ട് ഇരിക്കാനായിട്ട് സാധിക്കുമ്പോൾ ഉണ്ടാകുന്നതാണത്രേ യഥാർത്ഥ സമാധാനം. ധ്യാനം ചെയ്യാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ഷീറ്റ് വിരിച്ച് ഇരുന്ന് വേറെ ശബ്ദം കേൾക്കാതെയുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ അവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതിനൊരു കർമ്മമാക്കുക. നമ്മുടെ ശാന്തതയെ ഒരു കർമ്മമാക്കി ഇരുന്ന് അതിനൊരു കർമ്മമായിട്ട്, ഒരു പ്രവൃത്തിയായിട്ട്, ആ ശാന്തതയെ ഒരു പ്രവൃത്തിയായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടവിടെ. പക്ഷെ അതും കൂടെ ഒഴിവാക്കിയിട്ട് തനിയെ ഒരു സമാധാനത്തിലേക്ക് വരാൻ സാധിക്കണം. അതാണ് യഥാർത്ഥ സമാധാനം. ഒന്നും പ്രത്യേകിച്ച് ഒരു സമാധാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. സമാധാനമെന്ന ആ അനുഭൂതി കിട്ടാനായിട്ടൊരു പ്രവർത്തനം പ്രത്യേകിച്ച് ചെയ്യാതിരിക്കുക. വളരെ ഗഹനമാണ്. ഇതെങ്ങനെയാന്ന് ആലോചിച്ചാൽ സ്വയം വളരെയധികം അവനവൻ ആലോചിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഈ പറഞ്ഞതിന്റെ കാര്യം. സമാധാനം കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കുക. അപ്പോ ഒരു സമാധാനം വരണം. അങ്ങനെ സമാധാനത്തെ കണ്ടാൽ അതാണ് യഥാർത്ഥ സമാധാനം, അതാണ് ബ്രഹ്മലക്ഷണം. ശാന്ത എന്നാൽ എന്നെ ചുറ്റി എത്രയോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്.
എങ്കിലും അതൊന്നും എന്നെ സ്വാധീനിക്കുന്നില്ല എന്ന ചിന്ത. പൂർണ്ണശാന്തൻ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ആരാണ് ശാന്തനായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോഴും? ആത്മാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സാക്ഷിഭൂതനായിട്ട്. സാക്ഷിക്ക് ഈ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലല്ലോ. സാക്ഷി സാക്ഷി തന്നെയല്ലേ. അപ്പൊ ആ ശാന്ത എന്നുള്ളതിന് ആ സാക്ഷിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. എങ്ങനെ ശാന്തനായിട്ടിരിക്കാൻ പറ്റും? സാക്ഷിയെപ്പോലെ ഇരിക്കണം. സാക്ഷി ഇത് കാണുന്നു. സാക്ഷി വേറെ ഒന്നിലും ഇടപെടത്തില്ല, ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. പക്ഷെ എല്ലാ പ്രശ്നങ്ങളും കണ്ടു, എല്ലാം ചെയ്തു. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ, അത് വേറൊരാളുടെ കാര്യമാണ് സാക്ഷി കാണുന്നത്. വേറൊരു സംഭവം നടക്കുന്നതിനെ ഇവിടെ നിന്ന് കണ്ടിട്ട് സാക്ഷിയായിട്ടിരിക്കുന്നു. ഈ സാക്ഷിത്വം എങ്ങനെയാണ്? ആത്മാവിന്റെ അവനവന്റെ പ്രവൃത്തികളിൽ സാക്ഷിയായിട്ടിരിക്കുക. നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ സാക്ഷിയായി ഇരിക്കുന്നു ചൈതന്യം. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം, ആ ബോധം, ആ സത്ത് എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്നു, ശാന്തമായിട്ടിരിക്കുന്നു. ഇതൊരു ഏത് ഉപനിഷത്താ ഞാൻ മറന്നുപോയി. 2 കിളികളുടെ കാര്യം പറയുമല്ലോ. ഒരു വൃക്ഷത്തില് ഒരു കിളി എന്തിന്? കാണുന്ന പഴങ്ങളെയൊക്കെ കൊത്തി ടേസ്റ്റ് നോക്കി കൊത്തി ചാടി പറന്നുകൊണ്ടേ ഇരിക്കുന്നു, സമാധാനമില്ല. മറ്റൊരു പക്ഷി സമാധാനമായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിശ്ചലമായിട്ടിരിക്കുന്നു. അതാണ് ആത്മാ എന്ന് ആ ഉപനിഷത്തിനെ മറന്നുപോയി. അങ്ങനെ കേനോപനിഷത്തില് ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടത്തെ ആ പക്ഷിയുടെ ശാന്തതയാണ് ഇവിടത്തെ ഈ ശാന്തത പറയുന്നത്. അതിനെ പ്രശ്നോപനിഷത്തിൽ പറയുന്നുണ്ട് അല്ലെ. അതാണ്. അപ്പോ വളരെ ഭംഗിയായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിപ്പോ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അന്ന് മനസ്സിലാകുന്നതിനെക്കാട്ടിലും കൂടുതൽ മനസ്സിലാവും ഇവിടെ അപരോക്ഷ അനുഭൂതിയിൽ വരുമ്പോൾ. ആ ശാന്തതയെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് നല്ല രീതിയിലായി. ഇപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞു തന്നെ. അതിനുവേണ്ടി ഒരു കർമ്മം ചെയ്യാതെ അവിടെ നമ്മളത് ആലോചിക്കില്ല. ആ പക്ഷി ഇരിക്കുമ്പോൾ നമ്മൾ കർമ്മത്തെ അവിടെ ബന്ധിപ്പിച്ച് ശ്രദ്ധിക്കത്തില്ല. കാരണം അതറിഞ്ഞാലേ നമുക്ക് അതിന് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ കർമ്മം ചെയ്യാതെ ഇരിക്കുന്ന അതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവിടെ 2 പക്ഷിയാണ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 2 വേറെ ആളെ നോക്കിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടത്തെ പ്രശ്നം നമ്മളിലെ 2 നമ്മൾ കാണണം. നമ്മളിലെ 2 ഏതാണ്? ഒന്ന് നമ്മുടെ ശരീരം, പിന്നൊന്ന് ആത്മ. ഇങ്ങനെ ആത്മ അനാത്മ അതിലേക്കാണ് ഇവിടെ ബന്ധിപ്പിക്കുന്നത്. അവിടെ കാണുന്ന 2 പക്ഷിയെ ഇവിടെ നമ്മളിൽ തന്നെ കാണണം. നമ്മളിൽ തന്നെ കാണുമ്പോൾ ആത്മാ അനാത്മ. ആത്മാ പൂർണ്ണൻ, ശാന്തൻ, ഈ പറഞ്ഞ സമഹ ഒക്കെ ഉണ്ട്. അനാത്മാ ഇതൊന്നുമല്ല, സമമല്ല, ശാന്തനല്ല. അതാണ് 2ാമത്തെ പക്ഷി. അപ്പോ നമ്മളിലേക്ക് ഇതിനെ 2നെയും കൊണ്ടുവന്നാൽ അപരോക്ഷാനുഭൂതിയുടെ അതിന്റെ എത്രത്തോളം ഗഹനമായിട്ടാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളതും എങ്ങനെയാണ് നമ്മളെ അതിലേക്ക് അനുഭൂതിയിലേക്ക് നയിക്കുന്ന ആ ചാതുര്യം ഇതിനകത്ത് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും. അവിടെ നമുക്ക് പെട്ടെന്ന് അനുഭൂതിയിലേക്ക് എത്താൻ അതിൽ നിന്ന് പറ്റില്ല, എളുപ്പമല്ല. 2 പക്ഷി ഇരിക്കുന്നു, ഒരു പക്ഷി അനങ്ങാതിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? നമ്മൾ അനങ്ങാതിരുന്നാൽ മതിയോന്ന്. മറ്റേ പക്ഷിയോ? മറ്റേ പക്ഷി ആരാണ്? അപ്പൊ നമ്മൾ മറ്റേ പക്ഷിയാവണം, ഈ പക്ഷിയാവണം. ഈ പക്ഷി ആയാൽ മതി. അങ്ങനെ മറ്റേ പക്ഷി ആകാതിരിക്കാൻ പറ്റുമോ? ലോകത്തിൽ വ്യവഹരിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരും. അപ്പോ അതിന് ഏറ്റവും എളുപ്പം ഇവിടെ വരുന്ന എക്സ്പ്ലനേഷൻ, പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാതെ അവനവനിൽ ഇരിക്കുക. അപ്പൊ അവനവന്റെ ഇന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കുക. ആ ഇന്ദ്രിയങ്ങള് അടങ്ങിയിരിക്കാനായിട്ട്, ശാന്തമായിട്ടിരിക്കാനായിട്ട് ഇൻസ്ട്രക്ഷൻ ആര് കൊടുക്കണം? നമ്മൾ തന്നെ കൊടുക്കണം. നമ്മൾ കൊടുക്കാതെ നമ്മൾ ഇന്ദ്രിയങ്ങൾ ശാന്തമാവുമോ? ഇല്ല. അപ്പോ അവിടത്തെ ആ 2ാമത്തെ പക്ഷിയെ നമുക്കിവിടെ നമ്മുടെ ഇന്ദ്രിയ സമൂഹമായിട്ട് എടുക്കാം. അവരാണല്ലോ മാറി 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 ഓരോ നിലയ്ക്കും പോകുന്നത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളായിട്ട് എടുക്കാം. ആത്മ എന്ന ഞാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന 2ാമത്തെ ഒന്നും ചെയ്യാതിരിക്കുന്ന പക്ഷിയാണ് ഞാൻ. ഞാൻ ഇവിടെ സാക്ഷിയാണ്. എന്നിൽ തന്നെ, അതായത് ഈ ശരീരത്തിൽ തന്നെ ഞാൻ സാക്ഷിയായിരിക്കുന്നു. എന്നിൽ ഈ ശരീരം ഇരിക്കുന്നു.
ഈ ശരീരത്തെ എനിക്ക് കളയാൻ പറ്റും, ഈ ശരീരം പോകും, ഇത് ശാശ്വതമല്ല, ഞാൻ ശാശ്വതമാണ്, ഞാൻ സമാധാനമായിട്ടിരിക്കുന്ന ഒരാളാണ്. ഈ ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സമാധാനമായിട്ടിരിക്കും. ശരീരം ഉണ്ടാവണമെന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ പോകുമല്ലോ. അപ്പോ ആ ശരീരം പോകുമ്പോൾ ഞാൻ പോകുന്നു എന്ന് തോന്നാൻ പാടില്ലല്ലോ. അതിനാണല്ലോ അപരോക്ഷാനുഭൂതി പഠിക്കുന്നത്. എന്നും ശാന്തമായിട്ടിരിക്കുന്ന ആത്മസ്വരൂപമാണ് ഞാൻ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടുവരുന്നത്. അപ്പോ അങ്ങനെ പറയുന്നു. അപ്പൊ ശാന്ത, എന്നെ ചുറ്റി എത്രയോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, എങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന ചിന്തയോടെ ഇരുന്നാൽ അയാൾ പൂർണ്ണ ശാന്തൻ. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോ ഞാൻ ശാന്തൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അവിടെ ശാന്തൻ തന്നെയാ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശാന്തമായിട്ടിരിക്കാനല്ലേ പഠിക്കണ്ടേ? അതാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളെല്ലാം പ്രശ്നത്തിലാണ്. ജനിച്ചപ്പോഴേ പ്രശ്നമായുള്ളൂ, പ്രശ്നം കൊണ്ടാണല്ലോ ജനിച്ചത്. അപ്പോ ജനിച്ചു കഴിഞ്ഞിനി ഈ ശരീരം പോകുന്നിടം വരെ പ്രശ്നങ്ങളിലാണ്. ആ സമയത്താണ് ശാന്തത കണ്ടുപിടിച്ച് ഈ ശരീരം അല്ല എന്ന് മനസ്സിലാക്കി ശാന്തസ്വരൂപനാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ചില്ലറ കാര്യമല്ല, നിസ്സാര കാര്യമല്ലല്ലോ. അപ്പോ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോ ഞാനിപ്പോ ശാന്തനാണ് എന്ന് സ്വയം വിചാരിച്ചിട്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ നിറയെ മുന്നിൽ കിടക്കുമ്പോ അതിലൊട്ടാതെ അതിലെ വ്യവഹാരം മാത്രമായിട്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വ്യവഹാരം മാത്രമായിട്ട് അതിനെ എടുത്ത് ആ ശാന്തതയെ ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിക്കണം. അപ്പോ ധനം സമ്പാദിച്ചാൽ ശാന്തത കിട്ടുമോ? നമ്മൾ അങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്ന ഒരു കാലത്ത്. ധാരാളം പണം കിട്ടിയാൽ സുഖമായി ശാന്തമായിട്ടിരിക്കാം, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞപ്പോ എന്തായി? ഒരു സുഖമൊക്കെ തോന്നി. പക്ഷേ അതിനെ സംരക്ഷിക്കാനുള്ള പ്രശ്നം വന്നപ്പോൾ അതിലും വലിയ പുലിവാലായി. ഇതിനി നാളെ ഇതിലും കുറഞ്ഞു പോകുമെന്നൊരു തോന്നല് അടുത്തത്. ഇപ്പൊ കാശുണ്ട്, പൈസയുണ്ട്, ഇപ്പോഴും നമ്മൾക്കുള്ളിലുണ്ടത്, ഇപ്പോഴും ഉള്ള കാര്യമാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് സമ്പത്തുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇത് പോയാലോ എന്നൊരു ചിന്ത വന്നാൽ സംഗതി മൊത്തം പ്രശ്നമായി. അപ്പൊ പിന്നെ സംരക്ഷിക്കാനായിട്ട് ആരോ ഒരാൾ വളരെ ഭംഗിയായിട്ട് പറഞ്ഞത്, എവിടെയോ ഒരു സ്ഥലത്ത് ഒരു വളരെ തമാശയായിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ധനം നമുക്ക് സുഖം തരും. അപ്പൊ നമ്മൾ നോക്കും, പിന്നെ അവിടെ നിന്നാണ് എല്ലാം വരുന്നതെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാശ് വന്നു കഴിഞ്ഞാൽ കാശ് ലോകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് അയാളെ വേറെന്തോ ഒരു രീതിയിലാണ് പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയത്. അപ്പോ പണം വന്നു, അതിനെ സൂക്ഷിക്കണം. അപ്പൊ അതിന് ബാങ്കുകൾ കാര്യങ്ങൾ വേണം, പിന്നെ ലോക്കറുകൾ വേണം. ഈ ഐശ്വര്യം കിട്ടിയ സ്വർണമൊക്കെ മേടിച്ചിട്ടാണെങ്കിലും സൂക്ഷിക്കാൻ അത് വേണം. പിന്നെ വീട് നന്നായിട്ട് പണിയണം. വീട് നന്നായിട്ട് പണിയുമ്പോൾ നല്ല വാതിലും നല്ല കട്ടളും നല്ല ജനലിയും ഒക്കെ വേണം. എന്താ വെച്ചാൽ കള്ളന്മാർ കയറരുത്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ CCTV വേണം, ആരും കള്ളം വന്നാലും അറിയണം. ഇവിടെ ഇരുന്നല്ലെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇത് കാണണം, വിളിക്കണം. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ കള്ളനെ കുറിച്ചാണ് പറഞ്ഞത്. കള്ളൻ എന്നുള്ളതിനെ, കള്ളനില്ലെങ്കിൽ എന്താണ് ഈ ലോകത്തിന്റെ വ്യത്യാസം എന്ന് പറയാം. അപ്പൊ കള്ളനാണ് സകലമായ ഇൻഡസ്ട്രീസിനും ബേസ് ആയിട്ട് വന്നതെന്ന് വളരെ രസകരമായൊരു കാര്യം പറഞ്ഞു. ഈ സകല വിധത്തിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയതിന്റെ പുറകിലെ രഹസ്യം ഈ കള്ളനെ പേടിച്ചിട്ടാണെന്നാ പറഞ്ഞത്. വീട് വെക്കുന്നത് മുതൽ എല്ലാം. ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു ബാഗ്, ആ ബാഗ് ഉണ്ടാകുന്ന നല്ല സിബ്, അതിന് ലോക്ക്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നത് ആ കള്ളൻ എന്നുള്ളൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇത് അടിച്ചുകൊണ്ട് പോകുന്നുള്ളത് കൊണ്ടാണ് ഇന്ന് കാണുന്ന സകല സംവിധാനങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ വളരെ രസകരമായിട്ട് തോന്നി. ശരിയാണല്ലോ ആലോചിച്ച് കഴിഞ്ഞു. സംഭവിച്ചില്ലെങ്കിൽ ഈ ലോക്കർ വേണ്ട, വീട് വേണ്ട, സുഖമായിട്ട് വാതിലൊന്നും വേണ്ട, എല്ലാം സുഖമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, കള്ളനില്ലാത്തൊരു ഗ്രാമം, ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്തുണ്ട്. വാതിലുകളൊന്നുമില്ല, വീട് ഒരു ഗ്രാമത്തിൽ വീടുകളിന് വാതിലൊന്നും ഇല്ലാത്ത ഗ്രാമമുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നു. ആണല്ലേ? അടിപൊളി സംഭവം. അപ്പോ ഇത് നല്ല രീതിയിൽ ഈ ആർട്ടിക്കിൾ നല്ല രസമായിരുന്നു. എല്ലാ ഇൻഡസ്ട്രീസിനെയും പറഞ്ഞിട്ടുണ്ട്, കണക്ട് ചെയ്ത് ഭയങ്കര സുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് കഴിഞ്ഞപ്പോ വളരെ ശരിയാ. ആ ഒരു പ്രശ്നമില്ലെങ്കിൽ ഇവിടെ ഒരു വാക്യം പോലും കാണത്തില്ലായിരുന്നു എന്നാ പറഞ്ഞത്. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്നവരാണ്. അതെ, എല്ലാവർക്കും. അപ്പൊ കള്ളൻ എത്ര വലിയ സർവീസാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിനകത്തൂടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രശ്നങ്ങളില്ലാതെ
ഉള്ളൊരു സമയം നമുക്ക് കിട്ടണം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ അതിൽ വ്യവഹാരമാകാം, അതിൽ പൊട്ടാതെ കണ്ട്, ബന്ധനസ്ഥനാകാതെ കണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ അങ്ങനെ ഹെൽത്തിനും പല വിക്ഷേപങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരീരത്തിന് വേദന, അല്ലേ? ശരീരത്തിന് വേദന, എല്ലാവർക്കും എന്തെങ്കിലും എയിൽമെന്റ്സ് ഉണ്ടാവും. വേദനകൾ ഇല്ലാതെ കണ്ടിരിക്കില്ല. ആ സമയത്ത് എങ്ങനെയാണ് ശാന്തത വരിക? എളുപ്പമാണോ? എളുപ്പമല്ല. പക്ഷെ ശീലിക്കണം എന്നാ പറയുന്നത്. അതിനാണ് വലിയ വലിയ ഗുരുക്കന്മാരുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അവർക്ക് ശാരീരിക അസുഖങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവരതിനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതിനുള്ള മറുപടിയാണ് അവരുടെ ജീവിതം. സാധിക്കുമെന്ന് അവർ കാണിച്ചു തരുന്നു. നമുക്കും അറിയാൻ പറ്റും. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു മുറിവുണ്ടായി, നമ്മൾ ആ മുറിവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ വേദന എപ്പോഴും വേദനയും. പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു, ആ ഫോൺ കോൾ എടുക്കുന്നു, പെട്ടെന്ന് കോൾ ചെയ്യുന്നു, ആരെങ്കിലും ഒരു പഴയ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ്, എന്തെങ്കിലും ഒരു സംഭവം, പെട്ടെന്ന് നമ്മൾ ആ കോളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ ഈ വേദന നമ്മൾ മറക്കുന്നുണ്ട്. മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ നമ്മൾ മറക്കുന്ന സമയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മളിത് മറക്കുന്നുണ്ട്, പല സമയത്തും നമ്മളിത് മറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആ ശ്രദ്ധയെ എവിടെ കൊണ്ടുപോകുമ്പോഴാണ് സാധിക്കുന്നത്? ശ്രദ്ധയെ ആ വേദനയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് മാറ്റുമ്പോൾ, ആ മനസ്സിനെ, ശരീരത്തിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നു. അപ്പോഴാണ് ഈ വേദന അറിയാതിരിക്കുന്നത്. പെട്ടെന്നൊരാൾ വിളിക്കുന്ന സമയത്ത് ആ ശ്രദ്ധ മുഴുവൻ ആ ശബ്ദത്തിലേക്കും ആ വിളിയിലേക്കും അവിടേക്കും പോകുമ്പോൾ ഈ ശരീരത്തെ മറന്ന് പെട്ടെന്ന് എണീക്കുന്നു, നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇത് നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലുമുണ്ട്. അതിനെ സ്ഥിരമായി കൊണ്ടുവരുമ്പോഴാണ് ആത്മപ്രകാശമായിട്ട് നമ്മൾ സ്വയം ആത്മാ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോ അങ്ങനെ ഈ ഒരു ലക്ഷണം സച്ചിദാനന്ദ ലക്ഷണമാണ് ശാന്തമായിട്ടിരിക്കുക എന്നുള്ളത്. ശാന്തമായിട്ടിരിക്കുക എന്നുള്ളത് സച്ചിദാനന്ദ ലക്ഷണം. അപ്പോ സത് എന്നത് അതിന്റെ സച്ചിദാനന്ദ ലക്ഷണം സത്, ചിത്, ആനന്ദം, ഇത് മൂന്നുമാണ് അതിനകത്ത് വരുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം. അപ്പോൾ ആ 3 ലക്ഷണം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഈ ഒരു ശ്ലോകത്തെ 2-3 ദിവസത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു അടുത്ത ദിവസം കൂടെ ആവുമ്പോഴേ അത് ആ ശ്ലോകത്തിന്റെ അർത്ഥം മുഴുവനാവുകയുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. സായിരാം സർ, സായിരാം സർ, സായിരാം സർ, സായിരാം സർ, സായിരാം സർ, സായിരാം സർ.